നമസ്കാരം. ചിത്രം ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കണ്ടു കേട്ടോ, ചിത്തിനി. ശരിക്കും ഇതിൻ്റെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്നൊരു സിനിമയായിരുന്നു. പൊതുവെ എനിക്ക് ഹൊറർ സിനിമകളും അതുപോലെ തന്നെ ത്രില്ലർ സിനിമകളും ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ചിത്തിനി എന്ന് പറയുന്നത് ഒരു ഹൊറർ കം ത്രില്ലർ മൂവിയാണ്. വളരെ രസകരമായിട്ട് അവരെടുത്തിട്ടുണ്ട്. സാധാരണ ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൻപുറത്ത് ഉണ്ടായ ഒരു കഥയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരിക്കും. ഈ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള കള്ളിയങ്കാട്ട് നീലി, അതുപോലെ തന്നെ ആകാശഗംഗ എല്ലാം തന്നെ ഒരു നാട്ടിൻപുറത്ത് നടന്നിട്ടുള്ള, ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ മൂവീസാണ്. ഇതും അതുപോലെ തന്നെയാണ്. നൂൽപ്പുഴ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് പാതിരിക്കാട് എന്ന് പറയുന്ന ഒരു കാട്ടിൽ ഉണ്ടായിരുന്ന ഒരു യക്ഷിയായിരുന്നു ഈ ചിത്തിനി. ആ ചിത്തിനി ഏതോ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ബന്ധന വിമുക്തയായി. 2 പതിറ്റാണ്ടോളം തന്നെ ഈ ബന്ധനത്തിലായിരുന്ന ചിത്തിനി ഒരു 2 പതിറ്റാണ്ടിന് ശേഷം ബന്ധന വിമുക്തയായി. അപ്പോൾ ആ ചിത്തിനിയുടെ കോപത്തിനിരയാകുന്ന കുറേ ആളുകളുടെ കഥയാണ് ചിത്തിനി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ സാധാരണ ഒരു യക്ഷി കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ വിഷ്വൽസ് ഉണ്ടാകും. യക്ഷി ഇങ്ങനെ വരുന്നു, കുറേ ആളുകൾ കൊന്ന് രക്തം കുടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതൊക്കെയാണ്. അങ്ങനത്തെ ഒരു കഥയായിരിക്കണം. പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു എത്തിക്സ് ഉള്ള ഒരു യക്ഷിയായിരുന്നു അത്. വേണ്ടവരെ മാത്രമേ ഉപദ്രവിച്ചിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ രീതികളൊക്കെ ഒരു വ്യത്യാസമായിരുന്നു. അതുപോലെ തന്നെ ശരിക്കും സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹൊറർ ആംബിയൻസ് ഉണ്ടാക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിയാണ്. ക്യാമറ വർക്ക് സൂപ്പർ എന്ന് തന്നെ പറയാം. വളരെ അധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമറ വർക്കായിരുന്നു. ശരിക്കും നമ്മളെ ആ ഒരു ലോകത്തേക്ക് നമ്മളെ കൂടി കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ക്യാമറ വർക്ക് വളരെ സൂപ്പറായിട്ടുണ്ട്. രതീഷ് റാം എന്നോ മറ്റുമാണ് ക്യാമറാമാൻ്റെ പേര്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വർക്ക് സൂപ്പർ. അതുപോലെ തന്നെ അതിലുള്ള അഭിനേതാക്കൾ എല്ലാവരും വളരെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. നമുക്ക് അറിയുന്ന വളരെ കുറച്ച് ആർട്ടിസ്റ്റേ അതിനകത്തുള്ളൂ. പക്ഷേ എല്ലാവരും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മോക്ഷയുടെയൊക്കെ ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് സൂപ്പറായിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയത്തക്ക പെർഫോമൻസ് തന്നെയാണ് പുതുമുഖമായ ഏനാക്ഷിയുടേത്. ഏനാക്ഷിയാണ് അതിലെ ചിത്തിനി എന്ന യക്ഷി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. നമുക്ക് സാധാരണ യക്ഷി എന്ന് പറയുമ്പോൾ നമ്മളൊരു വെള്ള സാരിയൊക്കെ ഉടുത്ത് മുടി അഴിച്ചിട്ട് ഒരു നാടൻ ലുക്കിലുള്ള ഒരു യക്ഷിയാണ്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു യക്ഷി ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ആ തരത്തിലുള്ളൊരു യക്ഷിയാണ്. ശരിക്കും നല്ല രസമായിട്ട് തന്നെ അവരെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരു ലോജിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സീൻസ് ഒന്നും അതിലില്ല എന്ന് തന്നെ പറയാം. അതുപോലെ അതിലെ കേന്ദ്ര കഥാപാത്രമായ അലൻ ആന്റണി ഒരു CI ആണ്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അമിത് ചക്കാലക്കൽ നന്നായിട്ടുണ്ട്. ഒരു പുതുമുഖാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ലീഡിങ് ക്യാരക്ടർ അധികം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും എനിക്ക് പലപ്പോഴും ബിജു മേനോൻ്റെ പെർഫോമൻസിനോട് സാമ്യം തോന്നിയിട്ടുള്ള ഒരു പെർഫോമൻസ് തോന്നിയിരുന്നു. ഞാൻ ട്രെയിലർക്ക് കണ്ടപ്പോൾ ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിരുന്നു ബിജു മേനോനാണെന്ന് വിചാരിച്ചിരുന്നത്. കാരണം ട്രെയിലറിൽ ജസ്റ്റ് വന്നു പോയ ഒരു വിഷ്വല് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ബിജു മേനോനാണെന്ന്. പിന്നെയാണ് മനസ്സിലായത് അത് അദ്ദേഹം അല്ല, വേറൊരു പുതുമുഖമാണ് അത് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ എന്തായാലും പുതുമുഖമല്ല, പക്ഷേ ഒരു ലീഡിങ് നായകനല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്തായാലും നന്നായിട്ട് ചെയ്തിട്ട് ഒരു മലയാള സിനിമയ്ക്ക് ഒരു വാഗ്ദാനമാണെന്ന് പറയാവുന്ന ഒരു നായക കഥാപാത്രം തന്നെയാണത്. പിന്നെ നമ്മുടെ വിനയ് ഫോർട്ട് ഒരു ഗോസ്റ്റ് ഹണ്ടറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ CIയും ഈ വിനയ് ഫോർട്ടും എല്ലാം ആക്സിഡൻ്റലി എല്ലാവരും ഈ പർട്ടിക്കുലർ നൂൽപ്പുഴ എന്ന സ്ഥലത്ത് ഒരേ സമയത്ത് എത്തിച്ചേരുന്നതാണ് കഥയുടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കഥ ശരിക്കും തുടങ്ങുന്നത്. രണ്ടുപേരും വരുന്നത്, ഒരാൾ അയാളുടെ ജോലിയുടെ ഭാഗമായി, മറ്റേയാൾ വരുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ കുറച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ വിനയ് ഫോർട്ടിൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്. ആ സുഹൃത്തിൻ്റെ അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന ഡയറക്ടർ ജോണി ആൻ്റണി അവരെല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാം. ആ കഥാപാത്രം അവരുടെ അടുത്ത് ഭദ്രമാണെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ആരും മോശമല്ല അതിൽ. പിന്നെ മണികണ്ഠനാചാരി അവരുടെയൊക്കെ വില്ലൻ കഥാപാത്രങ്ങളാണ്.
അതിന് കുറേ ക്യാരക്ടേഴ്സ്, പക്ഷേ രസമാണത് കണ്ടിരിക്കാൻ. അത് ശരിക്കും നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ഡാൻസ് പെർഫോമൻസിലാണ്. ആ ഡാൻസ് പെർഫോമൻസിൽ മോക്ഷ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വല്ലാത്ത ഒരു നമുക്ക് ഒരു എനർജി തരുന്ന ഡാൻസ് പെർഫോമൻസ് ആണ്. അതുമാത്രമല്ല അതിൽ പിന്നെ വരുന്ന ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് മോക്ഷയ്ക്ക്. ഡാൻസും ആക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസ്, അതെല്ലാം അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡാൻസറാണെന്ന് അതിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും, ഇനി പറയാൻ വേണ്ടിയിട്ട് കഥാപാത്രങ്ങളൊന്നുമില്ല. സാധാരണ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കുറേ പാട്ടുകളും അതുപോലെ ഒരു റൊമാൻസും ഒക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു സാധാരണ സിനിമയാണ്. ചിലപ്പോൾ ഒരു അല്പം ബിലോ ആവറേജ് ആയിട്ട് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. കുറേ പാട്ടുകളൊക്കെ നന്നായിട്ടുണ്ടാകും, പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പോൾ നമുക്കൊരു സുഖക്കുറവ് തോന്നാം. പക്ഷേ ഈ സിനിമ അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം നന്നായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടോ മൂന്നോ നല്ല പാട്ടുകളും ഉണ്ട് അതിൽ. ഒരു കാട്ടിനകത്തുള്ള ഒരു പഴയ തരത്തിലുള്ള ഒരു ഡാൻസ്, ഈ സാധാരണ നമ്മൾ കാട്ടുവാസികളൊക്കെ ഈ അമ്പലങ്ങളിൽ ഉത്സവത്തിനൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള പെർഫോമൻസില്ലേ, അങ്ങനത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്, അത് നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു ലവ് സോങ് ഉണ്ട്, അതും ഒക്കെ. പിന്നെ വേറെ സോങ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇതിൽ കഥയോട് ചേർന്ന് പോകുന്ന പാട്ടുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു പാട്ട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 3 പാട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വിശ്വസിച്ച് കാണാൻ പോകുന്ന, അതായത് നമ്മൾ കൊടുക്കുന്ന ക്യാഷ് മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഏതൊക്കെ സിനിമകൾ, എല്ലാ സിനിമകളും നമ്മളിപ്പോൾ കാണാൻ പോകാൻ നമ്മുടെ പലപ്പോഴും സാമ്പത്തികം അനുവദിക്കാറില്ല. എന്നാൽ തിയേറ്ററിലെ റേറ്റും കാര്യങ്ങളും, ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്ത് പോയി കാണുന്ന സിനിമ നമുക്ക് ബോറടിപ്പിക്കുന്നതാണെങ്കിൽ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും. കാരണം ഇത്രയും കാശ് പോയല്ലോ എന്ന്. പക്ഷെ ഒരിക്കലും ചിത്തിനി നമ്മളെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള ആൾക്കാർക്ക്, ഇത്തരം ഹൊറർ ത്രില്ലർ മൂവീസൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ചിത്തിനി. എൻ്റെ ഈ സിനിമ റിവ്യൂ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോഗ്രാംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം തന്നെ ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യാനും.